أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين صدق الله العلي العظيم. ആദരണീയരായ സത്യവിശ്വാസിനികളെ, സർവാധിനാഥനായ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടവും തൃപ്തിയും പൊരുത്തവും നേടിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ സുഹൃതവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പടിവാതിൽക്കൽ അതിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ലോകത്തിൻ്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിലയിരുത്തലുകളിൽ, ഓർമ്മപ്പെടുത്തലുകളിൽ ധാരാളം സംഗതികൾ കടന്നുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. 1945 ഓഗസ്റ്റ് 6-ാം തീയതി ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആറ്റം ബോംബ് ഹിരോഷിമയിലും, ഓഗസ്റ്റ് 9-ാം തീയതി ഫാറ്റ്മാൻ എന്ന് പറയുന്ന ആറ്റം ബോംബ് നാഗസാക്കിയിലും, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി അമേരിക്ക വിക്ഷേപിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഹിരോഷിമയിലും നാഗസാക്കിയിലും ആകാശത്തോളം ഉയർന്നു പൊങ്ങിയ 2 അഗ്നിഗോളങ്ങൾ ഏതാണ്ട് 3 ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനാണ് 2 പ്രദേശങ്ങളിലുമായി ആ ഒരൊറ്റ സാഹചര്യത്തിൽ തന്നെ കവർന്നെടുത്തത്. പിന്നീട് അങ്ങോട്ട് വർഷങ്ങളോളം ഹിരോഷിമയും നാഗസാക്കിയും നടത്തിയ അതിജീവനത്തിൻ്റെ നാൾവഴികൾ രണ്ടാം ലോക മഹായുദ്ധം സമ്മാനിച്ച ഏറ്റവും കിരാതമായ, ലോകത്തിൻ്റെ മുമ്പിൽ സമ്മാനിച്ച ഏറ്റവും ദുരന്തപൂർണമായ കാഴ്ചകൾക്ക് ലോകം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഇന്ന് ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ബോംബ് വർഷിക്കപ്പെട്ടതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 9-ാം തീയതി കൂടിയാണ്. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഏതാണ്ട് 2 പതിറ്റാണ്ടോളം ഏകാധിപതിയെപ്പോലെ ബംഗ്ലാദേശ് അടക്കി ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന സൈന്യം നൽകിയ 45 മിനിറ്റ് രാജിവെക്കാനുള്ള സമയം ഉപയോഗപ്പെടുത്തി നാട് വിട്ടു പോകേണ്ടി വന്ന ദുരന്തമുണ്ട്. കേവലം നാട് വിട്ടു എന്ന് മാത്രമല്ല, തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾ, തെരുവിലിറങ്ങിയ ബംഗ്ലാദേശിലെ മുഴുവൻ ജനതയും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കണ്ണിചേർന്നു എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സമാധാനത്തിൻ്റെ നോബൽ സമ്മാന ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനസ്
ബംഗ്ലാദേശിന്റെ അധികാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ 3 പ്രയോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ സവിശേഷമായി രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമായി നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ആ 3 പ്രയോഗങ്ങളിൽ ഒന്ന്, നമ്മുടെ രാജ്യം ഒരൊറ്റ കുടുംബമാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശമാണ്. സാഹോദര്യത്തിന്റെയും സമവായത്തിന്റെയും സന്ദേശമാണ്. മറ്റൊന്ന്, പുതിയ തലമുറ നമ്മുടെ രാജ്യത്തിന് പുതിയ ജീവൻ സമ്മാനിച്ചിരിക്കുന്നു. പുതിയ തലമുറ നമ്മുടെ രാജ്യത്തിന് ദിശാബോധം കാണിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും സവിശേഷമായി അഭിസംബോധന ചെയ്തുകൊണ്ട് നാടുവിട്ടോടിയ ഷെയ്ഖ് ഹസീനയുടെ കിരാതവാഴ്ചകളെ എടുത്തുതിരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ 3 വർത്തമാനങ്ങൾക്കും ഏറെ പ്രസക്തിയുണ്ട്. അഥവാ ഒരു ജനത സ്വാതന്ത്ര്യദാഹികളായി മാറിയിരിക്കുന്നു. എല്ലാ കാലവും എല്ലാവർക്കും എല്ലാവരെയും അടക്കി ഭരിക്കാൻ കഴിയില്ല എന്ന ഒരു വലിയ യാഥാർത്ഥ്യം ലോകത്ത് ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ ഓരോ ഏകാധിപതികളുടെയും പരിണിതി പോലെ തന്നെ ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ നാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം നമ്മോട് പറയുന്ന ചില വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിനെ കുറിച്ച് നാം ചർച്ച ചെയ്യും. ഇപ്പോഴും ഫലസ്തീനിന്റെ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടം, അതിന്റെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതുപോലെ ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം. ഒരു ഭാഗത്ത് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളെല്ലാം ലോകം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്മായിൽ ഹനിയയുടെ വധത്തോടനുബന്ധിച്ച് ഇസ്രായേലിൽ നടത്തിയ മധുര പലഹാര വിതരണമുണ്ട്. ആ മധുര പലഹാര വിതരണത്തിൽ ഒരാൾ പോലും സന്തോഷിച്ചിട്ടില്ല. അതേസമയം ഇസ്മായിൽ ഹനിയയുടെ കുടുംബം ഇപ്പോൾ ബാക്കിയായവരിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മരുമകൾ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾ ഫലസ്തീനിൽ മധുര വിതരണം നടത്തുകയുണ്ടായി. എന്നിട്ട് ഏറെ സന്തോഷത്തോടുകൂടി അവർ പറഞ്ഞ വർത്തമാനം, ഞങ്ങളുടെ പിതാവ് രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നെടുത്തിരിക്കുന്നു. അദ്ദേഹം ആഗ്രഹിച്ചതും കൊതിച്ചതും എന്നല്ല, ഫലസ്തീനിലെ ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അദ്ദേഹം ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ള ആ രക്തസാക്ഷിത്വം എന്നതിന്റെ പേരിൽ ഞങ്ങളേറെ സന്തോഷത്തോടുകൂടി മധുരപലഹാരം വിതരണം ചെയ്യുന്നു എന്നാണ്. അഥവാ ഈ ലോകത്തിന്റെ രാഷ്ട്രീയം രക്തസാക്ഷികളുടേതു കൂടിയാണ്. അനുഗ്രഹീതരായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്ര തിരിച്ച രക്തസാക്ഷികൾ, ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, വിശുദ്ധ ഖുർആൻ സൂറ യാസീനിലൂടെ നമുക്ക് മുമ്പിലേക്ക് പഠിപ്പിച്ച ഒരു വലിയ വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞ സമൂഹം ആ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരാൾ കൂടി രംഗപ്രവേശം ചെയ്യുന്നു. ആ ജനങ്ങൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അങ്ങനെ രക്തസാക്ഷിത്വം നേടിയെടുത്ത ആ മനുഷ്യന്റെ ചില വർത്തമാനങ്ങളെ വിശുദ്ധ ഖുർആൻ വരച്ചു വെക്കുന്നത്, എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കീലതുഖുലിൽ ജന്നത ഖാലയാലൈത ഖൗമി യഅലമൂൻ, അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറയും. പഞ്ചവർണ്ണ പക്ഷികളെപ്പോലെ രക്തസാക്ഷികൾ സ്വർഗത്തിൽ ഇങ്ങനെ പറന്നു നടക്കും. ആ രക്തസാക്ഷികൾ പറയും, ഞങ്ങൾക്കൊരിക്കൽ കൂടി ഭൂമിയിലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് ലഭ്യമായ ഈ അനുഗ്രഹമുണ്ടല്ലോ, ബിമാ അഫറലി റബ്ബി വജാലനി മിനൽ മുക്രമീൻ, എന്റെ നാഥൻ എനിക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു ഈ ഒരൊറ്റ രക്തസാക്ഷിത്വം കൊണ്ട്.
എന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആദരണീയരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ പരിഗണിച്ചിരിക്കുന്നു. എനിക്ക് ഭൂമിയിലേക്കൊന്ന് പോണം, എനിക്ക് അവരോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയും. അഥവാ ഞാൻ ഈ പറഞ്ഞ രണ്ട് രാഷ്ട്രീയങ്ങളെ, അഥവാ ഇസ്രയേലും ഫലസ്തീനും നമുക്ക് മുമ്പിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില കാഴ്ചപ്പാടുകളുമുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ ചില സാമൂഹിക അന്തരീക്ഷങ്ങളും സുദീർഘമായി പറയാതെ നമുക്കറിയാം. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ ഈ മിമ്പറിലേക്ക് കയറുന്നതിന്റെ 20 മിനിറ്റ് മുൻപ് 12:20 പോലും വയനാട്ടിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. ഭൂചലനത്തിന്റെ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ആളുകളോട് സുരക്ഷിതമായ മാർഗങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി നിങ്ങളെയും കൊണ്ട് ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളയുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നേരെ ആകാശത്തുള്ളവൻ ചുടുകാറ്റിനെ പറഞ്ഞയക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ നിർഭയരല്ല എന്നും നിങ്ങൾ തീർത്തും നിസ്സാരന്മാരാണ് എന്നും ഓരോ നിമിഷവും നമുക്ക് മുമ്പിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായ ഒരു ഹദീസ് ഒന്നിലധികം തവണ എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു ഖുത്ബയായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഹസഫൻ വമസഹ. ഈ സമൂഹത്തിൽ നിന്ന് ചില ദുരന്തങ്ങൾ സംഭവിച്ചാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ രാഷ്ട്രീയ, സാമൂഹ്യ, വ്യക്തി, കുടുംബ, സാമ്പത്തിക മേഖലകളിൽ അള്ളാഹുവിന്റെ ദീനിനും അള്ളാഹുവിന്റെ നിയമത്തിനും നിരക്കാത്ത ചിലത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഫർതഖിബു ഇൻദ ദാലിക, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഖസഫൻ, ചുടുകാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. റീഹൻ ഹംറാ, ചുടുകാറ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. വസൽസലതൻ, ഭൂമി കുലുക്കത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. വഖസഫൻ, ഭൂമി നിങ്ങളെയും കൊണ്ട് ആഴ്ത്തിക്കളയുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. വമസഹ, കാലം തെറ്റിയ കാലാവസ്ഥയെ, കോലം തെറ്റിയ കാലത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. വളരെ കൃത്യമായ ചില ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് ഭരണകൂടവുമായി ബന്ധപ്പെട്ടതാണ്, ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ഭരണാധികാരികൾ അനർഹരായി മാറിയാൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നാണ്. ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോഴും മറുഭാഗത്ത് ആ പ്രകൃതിക്ഷോഭത്തിന് ഇരയായ ആളുകളെ സഹായിക്കാനുള്ള കാരുണ്യത്തിന്റെ പെരുമഴയായി പെയ്തിറങ്ങുന്ന നന്മയും കാരുണ്യവും ഉൾച്ചേരുന്ന മനുഷ്യ മനസ്സിന്റെ വിസ്മയവും നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളും കൊടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലെ കളക്ഷനിൽ നമ്മളും കൊടുത്തു. എനിക്ക് വ്യക്തിപരമായി ആ വിഷയത്തിൽ അഭിപ്രായമുള്ളത്, നാം കൊടുത്തത് വല്ലാതെ കുറഞ്ഞു പോയിരിക്കുന്നു. 50,000-ൽ താഴെയാണ് നമ്മുടെ പള്ളിയിലെ കളക്ഷൻ വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുമ്പിൽ മദീനയിൽ മെലിഞ്ഞൊട്ടിയ വയറുമായിട്ട് വന്ന ഒരു സംഘത്തെ പിടിച്ചു നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളെ വിളിച്ചു. ഇതാ വിശന്നു വലഞ്ഞ ഒരു സംഘം നമുക്ക് മുമ്പിൽ വന്നിരിക്കുന്നു. ഇവരെ ഊട്ടാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഇവരെ ഉടുപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഇവർക്ക് കിടപ്പാടമൊരുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന്
ആ ദരിദ്രരായ പട്ടിണിപ്പാവങ്ങളായ സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വീടുകളിലേക്ക് പറഞ്ഞയച്ചു സഹാബാക്കളെ. വീടുകളിൽ നിന്ന് അവർ വന്നത് തങ്ങളുടെ കൈവശമുള്ളത് എന്താണോ അതൊക്കെയും വാരിക്കൂട്ടിയ ഭാണ്ഡങ്ങളുമായിട്ടായിരുന്നു. കാരണം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ കൊടുത്തതേ ബാക്കിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട് എന്റെ അടിമകൾ നിരാലംബരായപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ നേരെ ചോദിക്കും. എന്റെ അടിമകൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് സഞ്ചരിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? എന്റെ അടിമകൾ വിശന്നു വലഞ്ഞപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ എന്റേത് കൊടുത്തു എന്ന് നമ്മൾ നാവുകൊണ്ട് പറയുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കൈകൾ സാക്ഷ്യപ്പെടും. അല്ല, ഞാൻ കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. കൊടുത്തു എന്നത് ശരിയാണ്. കൈവശമുള്ളതിൽ നിന്നൊരു പേരിന് കൊടുത്ത് തന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവായി എന്ന് നാം വിചാരിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും നമ്മളെ കാണുന്നതിൻ്റെയും ഒക്കെ അപ്പുറം, വാക്കുകൾക്കും അപ്പുറമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ, എന്റെ അടിമക്ക് വിശന്നു, നീ എന്റെ അന്നം കൊടുത്തില്ല. എനിക്ക് വിശന്നു, നീ എന്റെ അന്നം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നീ എന്റെ പാനീയം തന്നില്ല. ഞാൻ രോഗിയായി, നീ എന്റെ സന്ദർശിച്ചില്ല എന്ന് ചോദിക്കുമ്പോ നമ്മൾ തിരികെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി അള്ളാഹു പറഞ്ഞു വെച്ചല്ലോ. നിനക്ക് വിശക്കോ? നിനക്ക് ദാഹിക്കുമോ? നീ രോഗിയാവുമോ? ഞാൻ എങ്ങനെ അതിന് പരിഹാരം കാണും? അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്ന മറുപടി, എന്റെ ഇന്നാലിന്റെ അടിമ വിശന്നപ്പോൾ നിങ്ങൾ ഊട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമായിരുന്നു. മുണ്ടക്കയിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമായിരുന്നു. എന്റെ അടിമകൾ നിരാലംബരായി ആകാശത്തുള്ളവന്റെ കാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോ, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊടിഞ്ഞപ്പോ, അവര് വിശപ്പ് കൊണ്ട് വിളിക്കാവുന്ന ഓരോരുത്തരുടെയും നേരെ സഹായത്തിന് വേണ്ടി കണ്ണുകൾ കൊണ്ട് പാഞ്ഞപ്പോ, പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ആ ചോദ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൊടുത്തത് കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മൾ കൊടുത്തത് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും കൊടുക്കേണ്ടി വരും. ആ കൊടുത്തതൊക്കെയും അള്ളാഹുവിന്റെ മുമ്പിൽ ബാക്കിയാകുമെന്ന് ഉറപ്പുള്ള, എന്നല്ല, ആ കൊടുത്തതൊക്കെയും നാളെ അള്ളാഹുവിങ്കൽ ഇരട്ടിക്കിരട്ടിയായി മടക്കിത്തരും എന്ന കടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ് എന്ന തിരിച്ചറിവുള്ള സമുദായത്തിന്റെ പ്രതിനിധികളാണ് നാം. അവിടെ നമുക്ക് മാറി നിൽക്കാൻ ന്യായമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അപ്പോൾ ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്, മറുഭാഗത്ത് അവരിലേക്ക് സഹായത്തിന്റെ പെരുമഴയായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന നന്മയുടെയും കാരുണ്യത്തിന്റെയും വിസ്മയപ്പെടുത്തുന്ന മനുഷ്യരുടെ കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ അതും തികച്ചും വിഭാഗീയതയിലൂടെ മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും ഈ സമൂഹം തിരിച്ചറിയേണ്ടി വരുന്നു. ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന് പറയുന്നത് പോലെ പരസ്പരം ഭിന്നിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു വന്നതിന്റെ എല്ലാത്തിന്റെയും ചുരുക്കം, നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് പാഠങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. വിശേഷിച്ച് 78ാമത് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളിൽ നിന്നുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കാളികളാകുന്നത്. ഒരു കാലത്ത് നാട്ടുരാജ്യങ്ങൾ, പിന്നീട് കടന്നു വന്ന ചെറുതും വലുതുമായ പല ഭരണകൂടങ്ങൾ, പിന്നെയും നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളുടെ
പരസ്പരമുള്ള കുടിപ്പകയെ മുതലെടുത്ത് ബ്രിട്ടീഷ് അധിനിവേശം, ആ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ഏതാണ്ട് 300ഓളം വർഷം നീണ്ടുനിന്ന അടിമത്തത്തിന്റെ മുഖം പേറി ജീവിക്കേണ്ടി വന്നിടത്ത് നിന്ന് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഒരു പുലരിയിലേക്ക് നടന്നെടുക്കുകയുണ്ടായി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. നമ്മൾ ആലോചിച്ചു നോക്കൂ, എത്രയോ മനുഷ്യരുടെ, ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട് രക്തമൊഴുക്കി പോരാടി വിപ്ലവകരമായ നീക്കങ്ങളിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവെന്താണ് എന്നതിനെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യം എന്നതൊരു പദം മാത്രമല്ലല്ലോ. സ്വാതന്ത്ര്യം എന്നത് കേൾക്കാൻ സുഖമുള്ള മനോഹരമായ ഒരു പദം മാത്രമല്ല, അതൊരു അനുഭൂതിയും അനുഭവവുമാണ്. സ്വാതന്ത്ര്യവും സാഹോദര്യവും സമത്വവും എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ബാക്കിപത്രമായി ജനങ്ങൾക്ക് ലഭ്യമാകാനുള്ളതാണ്. നീതി അതിന്റെ ഭാഗമാണ്. സമത്വം നഷ്ടപ്പെടുന്നു എന്ന് വന്നാൽ, സാഹോദര്യം നഷ്ടപ്പെടുന്നു എന്ന് വന്നാൽ, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന് വന്നാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക. 46 കോടി വരുന്ന ഇന്ത്യൻ ജനതയുടെ അധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിരുന്നു നാം ഇപ്പോൾ അനുഭവിക്കേണ്ട ഈ സ്വാതന്ത്ര്യം. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരന്റെ ചില സമീപനമുണ്ട്. ഭിന്നിപ്പിച്ചു ഭരിക്കുക. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ഭരണകൂടവും രാജ്യത്തെ പൗരന്മാർക്ക് നേരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ നീക്കം എന്ന് പറയുന്നത് ഇതേ അർത്ഥത്തിലുള്ള ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നിലപാട് തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിന്റെ വിശദാംശങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളുടെ മുമ്പിൽ ധാരാളം പങ്കുവെക്കേണ്ടതില്ല. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണത്തിൽ വഖഫ് ബോർഡ് സംബന്ധമായ നിയമത്തിന്റെ ഭേദഗതിയെക്കുറിച്ച് മാത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗങ്ങളും അവരുടെ മരണാനന്തരവും ഈ ലോകത്ത്, ഈ സമൂഹത്തിന് ഗുണപ്പെടുന്ന രീതിയിൽ നിലനിൽക്കണമെന്ന് കണക്കാക്കി വഖഫ് ചെയ്തിട്ടുള്ള 8 ലക്ഷത്തോളം ഭൂമിയുണ്ട് നമ്മുടെ രാജ്യത്ത്. 8 ലക്ഷത്തോളം ഏക്കർ ഭൂമിയുണ്ട്. അതിൽ പള്ളികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട് എന്നുവേണ്ട വൈവിധ്യമാർന്ന മിണ്ടാപ്രാണികൾക്ക് അന്നം കൊടുക്കാൻ വരെ വഖഫ് ചെയ്തിട്ടുള്ള പല സംവിധാനങ്ങളുമുണ്ട്. അവിടെയാണ് ഏറ്റവും ഒടുവിൽ വഖഫ് ബോർഡിന്റെ ചില ഭേദഗതികളിലൂടെ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിന്റെ കൈവശമുള്ള ഭൂമികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്താൻ ആരംഭിച്ചത്. അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കല്ല ഇപ്പോൾ പോകുന്നത്. നേരെ മറിച്ച് ബ്രിട്ടീഷുകാരൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ഏതൊരു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണോ, അതേ തന്ത്രം തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ അവർക്കുണ്ടാകേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ചരിത്രം വിസ്മരിക്കാതിരിക്കുക എന്നതാണ്. നമുക്കാരും വെറുതെ കൊണ്ടുവന്ന് തന്നതല്ല ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ പരിഗണിക്കാതെ മനുഷ്യനെന്ന ഏകകത്തിൽ നിന്നുകൊണ്ട് ഇടപെട്ട മനുഷ്യരായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ധാരാളം മുസ്ലിം പണ്ഡിതന്മാരുണ്ടായിരുന്നു, ധാരാളം മുസ്ലിം വനിതകളുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അതിൽ പങ്കാളികളായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ നാം ഇന്ന് നമ്മുടെ പുതിയ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തവും വിയർപ്പും ഒഴുക്കിയ
സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് മുസ്ലിം പേരുകാരെ വെട്ടിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അഥവാ വെട്ടിമാറ്റിയ പേരുകൾ ഉറക്കെ പറയാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് ചുരുക്കം. വെട്ടിമാറ്റുന്ന ചരിത്രങ്ങളെ ഉറക്കെ പറയാനും പറഞ്ഞത് സ്ഥാപിക്കാനും നാം ബാധ്യസ്ഥരാണ് എന്ന് ചുരുക്കം, വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി. അതൊരു കരുതിവെപ്പിന്റെ ഭാഗമാണ്. ഇന്ത്യ എന്ന് പറയുന്ന അതിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന എല്ലാ വൈജാത്യങ്ങളും ഉള്ളതോടൊപ്പം ഒന്നുപോലെ നിലനിൽക്കാൻ കഴിയുന്ന സൗന്ദര്യാത്മകതയെ താങ്ങി നിർത്താൻ വേണ്ടതാണ് ഈ ചരിത്രാവബോധം. അതുകൊണ്ട് ചരിത്രം വിസ്മരിക്കാതിരിക്കുക എന്നത് ഈ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകമായി പഠിക്കേണ്ടി വരുന്നു. വിശുദ്ധ ഖുർആൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രം പങ്കുവച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് സൂറത്ത് ഹൂദിലെ 120-ാമത്തെ സൂക്തം. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. ഈ മുൻഗാമികളുടെ ചരിത്രമൊക്കെ നിന്നോട് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ മുൻഗാമികളുടെ ചരിത്ര പാഠങ്ങളെ ഓരോന്നിനെയും നിങ്ങളിലേക്ക് ഇങ്ങനെ നിക്ഷേപിക്കാനുള്ള കാരണം മാ നുസബ്ബിതു ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയങ്ങൾ സ്ഥൈര്യം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആത്മാഭിമാനമുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പഴയ തലമുറ, ഞങ്ങളുടെ കാരണവന്മാർ അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് ഈ സ്വാതന്ത്ര്യമെന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ആത്മാഭിമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, ഒരിക്കലും പ്രതീക്ഷ കൈവെടിയാതെ സർഗാത്മകമായ ഒരു സ്വപ്നം രൂപീകരിക്കാൻ നമുക്ക് കഴിയണം. പ്രതീക്ഷ കൈവെടിയാതെ സർഗാത്മകമായ സ്വപ്നം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഞാനീ പറഞ്ഞ വസ്തുത. അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയുണ്ടാകണം. ആ പ്രതീക്ഷയിലെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടിയെങ്ങാനും, അഥവാ അറേബ്യയുടെ അങ്ങേ തലയ്ക്കൽ ഒരാട്ടിൻകുട്ടിയെങ്ങാനും പട്ടിണി കിടന്ന് മരിച്ചാൽ ആ ആട്ടിൻകുട്ടിയുടെ മരണത്തിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഉമറിനെ കുറിച്ച ഒരു സങ്കല്പം നമുക്കുണ്ടാകണം. എന്നല്ല, നാം പലപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് അതിലിളക്കിക്കൊണ്ടിരിക്കുന്ന ദരിദ്രയായ ഒരു സ്ത്രീയുടെ മുഖമുണ്ടല്ലോ. അടുപ്പിലെ പുകച്ചുരുളുകൾ അവളുടെ മുഖത്ത് വന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന പാതിരാത്രിയിലാണ് വേഷം മാറി ചെല്ലുന്ന ഉമർ എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഉമറാണെന്നറിയാതെ ആ പെണ്ണ് പറഞ്ഞത്, എന്റെ മക്കൾ ദിവസങ്ങളായി പട്ടിണിയിലാണ്, അവരീ പാത്രത്തിൽ എന്തോ തയ്യാറാകുന്നു എന്ന പ്രതീക്ഷയിലാണ് അവരിയ്ക്കുന്നത്. കരഞ്ഞു തളർന്ന് ആ മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അടുപ്പിലെ തീ പൂട്ടിയിട്ട് ഞാനും കിടന്നുറങ്ങും എന്ന് ഈ പെണ്ണ് മറുപടി പറയുമ്പോ വേഷം മാറിച്ചെന്ന ഉമർ തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന് ഗോതമ്പ് ചാക്കുമായി പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഈ പെണ്ണിനോടൊരു ചോദ്യമുണ്ട്, പെണ്ണെ, ഇത്രയേറെ നീ പട്ടിണി അനുഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് നീ ഭരണാധികാരിയായ ഉമറിനോട് പരാതി പറയാതിരുന്നത്? ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്തേ നീ ഭരണാധികാരിയുടെ മുമ്പിൽ വന്ന് ചോദിച്ചില്ല എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ ഒരു രാഷ്ട്രീയ സാക്ഷരതയുടെ ഏറ്റവും മൂർത്തമായ വാചകമുണ്ട്. യഹ്മിലു അമറനാ വയഅഫിലു അമറനാ വല്ലാഹു യഹ്കുമു ബൈനനാ വബൈന ഉമർ. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധനായ ഉമർ, ആ ഉമറിന്റെ മുമ്പിൽ ഞങ്ങൾ കൈനീട്ടണമോ? വല്ലാഹു യഹ്കുമു ബൈനനാ വബൈന ഉമർ. ഞങ്ങളുടെയും ഉമറിന്റെയും ഇടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭരണകൂടത്തോട് ഭരണീയരായ പ്രജകൾക്ക് പറയാൻ കഴിയുന്ന
സംരക്ഷണത്തിന്റെയും സുഭിക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും നീതിയുടെയും എന്നല്ല പ്രജകൾക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം പൗരാവകാശങ്ങളുണ്ടോ ആ പൗരാവകാശങ്ങളുടെ മുമ്പിൽ ഭരണകൂടത്തോട് പറയാൻ കഴിയുന്ന ഒരു വർത്തമാനമാണ് വല്ലാഹു യഹ്കുമു ബൈനനാ വബൈന ഉമർ എന്നതുപോലെ നമുക്കും നിങ്ങൾക്കുമിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ഒരു ദിവസമുണ്ടാകും. ഞാൻ പറഞ്ഞത് ഒരുപാട് സംഗതികളിലൂടെ ഞാൻ കടന്നുപോയി. നമ്മുടെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങൾ ഓരോന്നും ഒട്ടും വൈകാതെ നാം ആഘോഷിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യദിനാഘോഷം ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ നമുക്ക് കഴിയണം. ആരെല്ലാം മാറ്റിവരക്കാൻ ഉദ്ദേശിക്കുന്ന ചരിത്രമുണ്ടോ, ആരെല്ലാം തിരുത്തി എഴുതാൻ ഉദ്ദേശിക്കുന്ന ചരിത്രമുണ്ടോ, അതൊക്കെ പിന്നെയും വിളിച്ചു പറയണം. അവിടെ നിന്ന് ആത്മാഭിമാനമുള്ള ഒരു തലമുറയെ, പ്രതീക്ഷ കൈവിടാത്ത ഒരു തലമുറയെ, സർഗാത്മകമായി സ്വപ്നം കാണുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവിനെ കുറിച്ച് അതൊരു മനോഹരമായ പദം അല്ല, അത് മനോഹരമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് എന്ന് പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പാഠങ്ങളെ മനസ്സിലാക്കാൻ, വിലയിരുത്താൻ, വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ബോധ്യപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മെ തുണക്കുമാറാകട്ടെ.